ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടൊക്കെ പെട്ടെന്ന് തന്നെ കുറക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹോം റെമഡി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ മരുന്ന് തയ്യാറാക്കുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇതിനായിട്ട് ആദ്യം വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ആണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിനുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചുമയും കഫക്കെട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് 3 നേരം ഇത് കഴിക്കണം. അപ്പോൾ ചെറിയുള്ളി തൊലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു തൊലി മാത്രം കളഞ്ഞിട്ടെടുക്കുക. പിന്നെ പിങ്ക് കളറിലുള്ള ആ ലെയർ ഉണ്ടല്ലോ, അതിലാണ് ചെറിയുള്ളിയുടെ കൂടുതൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കളയാതെ ശ്രദ്ധിക്കുക. അപ്പോൾ കറുപ്പ് കളറൊക്കെ ഉണ്ടാവും ചെറിയ ഉള്ളിമ്മ ചിലതിനൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുക. അതുണ്ടെന്ന് കരുതിയിട്ട് ഉള്ളി കൂടുതലായിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് എടുക്കരുത്. അപ്പോൾ ചെറിയുള്ളിക്ക് അവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പനങ്കൽക്കണ്ടാണ്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ചെളിയോ പൊടിയോ അല്ലെങ്കിൽ ഈ പനയുടെ ആരൊക്കെ ഉണ്ടാവും, അതൊന്നും ഇല്ലാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഈ പനങ്കൽക്കണ്ടം. ഇതിൽ വൈറ്റമിൻ B1, B2, B6, B12 കൂടാതെ കാൽസ്യം, സിങ്ക്, അയൺ, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് വീട്ടമ്മമാർ കൊച്ചു കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാനൊക്കെ ഈ ഒരു പനങ്കൽക്കണ്ടം ഉപയോഗിച്ച് വരുന്നത്. ഇതിങ്ങനെ പൊടിച്ചിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ ഈ മരുന്ന് റെഡിയാക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. ഇനി ഇതാ ചെറിയുള്ളി ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു ഇടിക്കല്ലിലാണ് ചതച്ചിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. നമുക്കിതിൻ്റെ നീരാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചതച്ചിട്ട് എടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാനിവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കുക. ഇപ്പോൾ നല്ല മഴക്കാലമാണല്ലോ. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ മഴയൊക്കെ നനഞ്ഞിട്ട് ജലദോഷവും കഫക്കെട്ടും ഒക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ വേഗം പോയിട്ട് ആൻറ്റിബയോട്ടിക് വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാതെ നമ്മളെ വീട്ടിലുള്ള ഇങ്ങനത്തെ ഹോം റെമഡീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിതാ ഇവിടെ ഉള്ളിനീരൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ പനങ്കൽക്കണ്ടം പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ അടിയിൽ ചെളിയോ പൊടിയോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ടൈമിൽ അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അതല്ല മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് കൽക്കണ്ടം എടുക്കുന്ന അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും എടുക്കുക. അപ്പോൾ ഇതുപോലെ 3 ദിവസം 3 നേരം വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര പഴകിയ കഫക്കെട്ടും മാറിക്കിട്ടും. ഇനി ഇതാ നമ്മൾ ഉള്ളിയുടെ നീരെടുത്തില്ലേ, അതിൻ്റെ ആ ബാക്കിയുള്ള ഉള്ളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടുള്ള നീരൊന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കളയണ്ട. ഇതിലേക്ക് കുറച്ച് പനങ്കൽക്കണ്ടപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് മുതിർന്നവർക്ക് കഴിക്കാനായിട്ടാണ് കേട്ടോ. കുട്ടികളെ കൊണ്ട് എന്തായാലും ഇതിങ്ങനെ കഴിക്കാൻ കഴിയൂല. അപ്പോൾ മുതിർന്നവർക്ക് കഫക്കെട്ടൊക്കെ ഉള്ളതിന് ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ നമ്മൾ ഈ കൽക്കണ്ടവും കുരുമുളക് പൊടിയൊക്കെ ചേർക്കണതുകൊണ്ട് തന്നെ ചെറിയുള്ളിയുടെ ഒരു കുത്തലുണ്ടാവുമല്ലോ, അത് കൂടുതലായിട്ട് നമുക്ക് തോന്നൂല കേട്ടോ ഇതിങ്ങനെ കഴിക്കുമ്പോൾ. നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഉള്ളിയൊക്കെ ഒന്ന് കുഴഞ്ഞ പരുവായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ല സുഖമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കഴിച്ച് നോക്കുക. നെഞ്ചിൽ കെട്ടിക്കിടക്കണ കഫൊക്കെ ഉണ്ടെങ്കിൽ ഇളകി പോകാൻ വളരെ നല്ലതാണ് ഈ ഒരു റെമഡി. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ. രാവിലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരത്തിൽ ഇടയ്ക്ക് ഇത് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കഴിച്ച് തീർത്താൽ മതി. പനങ്കൽക്കണ്ടത്തിന് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.